നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന മന്ത്രം കാളി ഗായത്രി മന്ത്രമാണ്. ഈ കാളി ഗായത്രി മന്ത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യേണ്ടുന്നവർക്കൊക്കെ അപ്പോൾ പലവിധമായിട്ടുള്ള ആ പ്രശ്നങ്ങളെയും പലപ്പോഴും നമ്മൾ നേരിടുന്നത് ദൈവികമായ വ്രതങ്ങളിലൂടെയും നാമജപത്തിലൂടെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈശ്വരനുമായിട്ട് നമ്മൾ കൂടുതൽ അങ്ങടുക്കും. ആ ഈശ്വരനുമായിട്ട് നമ്മുടെ മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രോച്ചാരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഈ കാളി ഗായത്രി മന്ത്രമൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത നമുക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനുഷ്യ നന്മയ്ക്കായിട്ട് ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ മന്ത്രങ്ങളെല്ലാം. അപ്പോൾ ആ മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മന്ത്രങ്ങൾ നമ്മൾ ചെല്ലണം. അപ്പോൾ ഈ മന്ത്രങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മനസ്സിനെയും ശരീരത്തെയൊക്കെ ആ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്കെന്ത് ചെയ്യാം? ഈ ആവശ്യാനുസരണം നമുക്കിത് ജപിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള മറ്റു ദോഷങ്ങളും രോഗങ്ങളെല്ലാം മാറി നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ച് അതെല്ലാം നേടിയെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രമാത്രം വലിയൊരു മന്ത്രം തന്നെയാണ് ഈ പറയുന്ന കാളി ഗായത്രി മന്ത്രം. അപ്പോൾ ആ കാളി ഗായത്രി മന്ത്രം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ, നമ്മുടേതായിട്ടുള്ള അല്ലാതെ തന്നെ ഉണ്ടാകാവുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് യഥാസമയം നമുക്ക് തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനൊരു ബുദ്ധിയൊക്കെ നമുക്ക് തെളിയുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ബുദ്ധി തെളിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ ഒരു കുഴി അവിടെയാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്വയരക്ഷയ്ക്കായിട്ട് നമ്മുടെ ഈ പറയുന്ന ആഗ്രഹം സബലീകരിക്കുവാനും അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ മാറുവാനും അല്ലെങ്കിൽ കച്ചവടങ്ങളിലൊക്കെ നല്ലതിൽ വിജയിക്കുവാനും ശത്രു സംഹാരത്തിനും അതുകണക്ക് തന്നെ ദീർഘായുസ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെല്ലണം. അപ്പോൾ നമ്മൾ ഈ കാളി ഗായത്രി മന്ത്രം നമുക്കൊരു 21 രൂപ അല്ലെങ്കിൽ 51 നമുക്ക് എത്രമാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് ചെല്ലാം. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കൂടുതൽ ചെല്ലുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സബലീകരിക്കുവാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാളി ഗായത്രി മന്ത്രം ചൊല്ലാം. ഓം കാളികായൈ ച വിദ്മഹേ ശ്മശാനവാസിന്യേ ധീമഹി തന്നോ അഘോര പ്രചോദയാത്. ഓം കാർമേക നിറമുള്ള ഭയങ്കരിയായ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ഉഗ്രകോപമുള്ളവളും ശ്മശാനവാസിനിയുമായ അല്ലയോ ദുഷ്ടനാശിനി, അവിടുന്ന് എനിക്ക് ഉയർന്ന ബുദ്ധി നൽകി എൻ്റെ മനസ്സിനെ പ്രഭാപുരിതമാക്കിയാലും. അപ്പോൾ നമ്മളിതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് നമ്മൾ ഈ കാളി ഗായത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് ഉയർച്ച തന്നെ നമുക്കുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. പിന്നെ ഇതിന് ഞാനീ പറയുന്നല്ലോ, നമുക്ക് മറ്റുള്ള പൈസ ചിലവുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നമുക്ക് അടിയുറച്ചമായിട്ട് നല്ലൊരു ഭക്തി മാത്രം മതി. ഇത് നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം, ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം. അല്ലാതെ മത്സ്യങ്ങളോ മാംസങ്ങളോ ഒന്നും ഭക്ഷിച്ചുകൊണ്ടൊന്നും ഈ മന്ത്രങ്ങളൊന്നും ചെല്ലരുത്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാളി ദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.